السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. فقد قال النبي صلى الله عليه وسلم: إذا مات ابن آدم انقطع عمله إلا من ثلاث: صدقة جارية وعلم ينتفع به وولد صالح يدعو له. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. അവന്റെ അടിമകളാകുന്ന നാം ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമുക്കെല്ലാം അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ രോഗങ്ങളായി കഴിയുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു പരിപൂർണമായ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്കെല്ലാം പരിപൂർണ മഗ്ഫിറത്ത് കൊടുത്ത് മഗ്ഫിറത്തിനും റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ മക്കൾ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളെ നേരായ രീതിയിൽ പരിപാലിക്കുക എന്നത് അനിവാര്യമായ ഒരു ഘടകമാണ്, അത്യന്താപേക്ഷിതമായ സംഗതിയാണ്. നമുക്കറിയാം, ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥിനികൾ പോലും മദ്യപാനവും ലഹരിക്കടിമപ്പെട്ട് പുകയില ഉൽപ്പന്നങ്ങൾക്ക് അകപ്പെട്ട് അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി അതിൽ സുഖം കണ്ട് കഴിഞ്ഞുകൂടുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ. ആരോഗ്യ സംരക്ഷണ സർവകലാശാല പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 90% രോഗികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്
90% രോഗികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമൊക്കെയാണ്. ജീവിതത്തെ കാർന്നു തിന്നുന്ന, നശിപ്പിച്ചു കളയുന്ന ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണാം. ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൽ പ്രചരിച്ച ഒരു വീഡിയോ, അടിമാലി ബസ് സ്റ്റാൻഡിൽ നിന്നും, അടിമാലി എന്ന പ്രദേശത്തെ ബസ് സ്റ്റാൻഡിൽ നിന്നും ചില യുവാക്കൾ ചില യുവതികൾക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ദൂരെ നിന്ന് ഒരാൾ വീഡിയോ എടുത്തത് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപിച്ചു. ചില യുവാക്കൾ യുവതികളുടെ വായിലേക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വെച്ചു കൊടുക്കുന്ന ചിത്രം. അല്ലാഹു നമ്മുടെ മക്കളെയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. രാവിലെ ഉദ്യോഗം എന്ന പേരിൽ നാമൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും, തിരിച്ചു വരുന്നത് വൈകുന്നേരമായിരിക്കും. മക്കളുടെ കാര്യത്തിലൊന്നും നാം ശ്രദ്ധിക്കാറില്ല. വിശുദ്ധമായ ഖുർആൻ സന്താനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത് അമാനത്ത് എന്നാണ്. അമാനത്ത് വർത്തമാന കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയമാണിത് എന്ന് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ഭാവി കാലങ്ങളെ സംബന്ധിച്ചും ഏറെ പഠിക്കേണ്ടുന്ന, ഗൗരവം കൊടുക്കേണ്ടുന്ന ഒരു വിഷയമാണ് സന്താന പരിപാലനം എന്നുള്ളത്. അല്ലേ? ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അടുത്ത സമയത്ത് 14 വയസ്സുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദീനുമായി നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയുടെ മകൻ തൂങ്ങി മരിക്കുകയുണ്ടായി. കാരണം എന്താ? അമിതമായ ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗം, പുകയില ഉൽപ്പന്നങ്ങൾ. വീട്ടുകാരറിഞ്ഞു, വാപ്പ ശകാരിച്ചു, ചൂടായി. ഇതിന്റെ പേരിൽ അന്ന് രാത്രി തന്നെ റൂമിൽ ഒരു തുണ്ട് കയറെടുത്തുകൊണ്ട് അതിൽ തൂങ്ങി മരിക്കുന്ന ചിത്രമാണ്. 14 വയസ്സുള്ള വിദ്യാർത്ഥി. അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത് അമാനത്ത് എന്നാണ്. വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഒരു വസ്തു, അതാണ് അമാനത്തിന്റെ അർത്ഥം. എനിക്കൊരു വ്യക്തി കുറച്ച് പൈസ തന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവകകൾ നൽകി, നിർണിത കാലത്തേക്ക്, നിശ്ചയിക്കപ്പെട്ട കുറച്ച് സമയത്തേക്ക്. ഈ നിശ്ചയിക്കപ്പെട്ട സമയം പൂർത്തിയാക്കി അതിൽ യാതൊരു ഭംഗവും വരുത്താതെ, ഒരു കോട്ടവും സംഭവിക്കാതെ ഈ വസ്തുവിനെ തിരിച്ചേൽപ്പിക്കുക. ഇത് അമാനത്തിന്റെ ഡയറക്റ്റ് അർത്ഥം. അമാനത്ത് വിശ്വസ്തത. ഇതിന്റെ ഡയറക്റ്റ് അർത്ഥം എന്നെ ഏൽപ്പിക്കപ്പെട്ട നിശ്ചിത കാലത്തേക്ക് എന്നെ ഏൽപ്പിക്കപ്പെട്ട വസ്തുവിൽ യാതൊരു കോട്ടവും വരുത്താതെ അതിനെ തിരിച്ചേൽപ്പിക്കുക. ആരാണോ ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തിലേക്ക് തിരിച്ചേൽപ്പിക്കുക. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഈ വർഷത്തിന്റെ മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ ഹിജ്റയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നാം ചർച്ച ചെയ്തപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ രംഗം നാം പറയുകയുണ്ടായി. അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നാം സൂചിപ്പിച്ചു. അമാനത്തിന്റെ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യത്തിന്റെ ഒരു ഗൗരവമാണ്, അതിന്റെ ഒരു ഉദാഹരണമാണ്. കുറെ സഹാബാക്കൾ നേരത്തെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലെത്തി പലായനം ചെയ്തുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരടങ്ങുന്ന സഹാബാക്കളും പ്രവാചകനും ഹിജ്റ പോയില്ല, മക്കയിൽ തന്നെ തങ്ങി. വൈകിയാണ് പോയത്. ഹിജ്റ പുറപ്പെടുന്നതിന്റെ അന്ന് രാത്രി ശത്രുക്കൾ വീട് വളഞ്ഞു. ഒരുപാട് ശത്രുക്കളുണ്ട്. മുഹമ്മദിനെ വധിക്കണം ഏക ലക്ഷ്യം, മുഹമ്മദിന്റെ തല കൊയ്യണം എന്ന ഒരേ ചിന്തയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞു. എന്നാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രക്ഷപ്പെടാനായിരുന്നില്ല അവിടെ ശ്രമിച്ചത്. ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ എത്രയും പെട്ടെന്ന് മദീനയിൽ എത്തണം എന്ന ആലോചനയിലൊന്നും ആയിരുന്നില്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് അന്നത്തെ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളുടെയും ബാങ്ക് എന്ന് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബാങ്ക്. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അടങ്ങുന്ന സഹോദരങ്ങൾ സൂക്ഷിക്കാൻ വസ്തുക്കൾ കൊണ്ട് ഏൽപ്പിച്ചിരുന്നത്, പൈസ കൊണ്ട് കൊടുത്തിരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന സാദിഖ്, സത്യസന്ധൻ, അമീൻ, വിശ്വസ്തന്റെ അരികിലാണ്. അപ്പൊ ഹിജ്റ പുറപ്പെടുന്നതിനു മുമ്പായി തന്നെ ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കൾ
അതിന്റെ ഉടമസ്ഥരിലേക്ക്, ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകാതെ മക്കയിൽ തന്നെ തങ്ങിയത്. അല്ലേ? ശത്രുക്കൾ നബിതങ്ങളെ ആഞ്ഞു വെട്ടി വധിക്കുന്നതിന് വേണ്ടി വീട് വളഞ്ഞപ്പോൾ നബിതങ്ങളുടെ ചിന്ത ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും, തീക്ഷ്ണമായ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുക എന്നതല്ലായിരുന്നു, മറിച്ച് അമാനത്തിനെ അതിന്റെ ആളുകളിലേക്ക് ഏൽപ്പിക്കുക. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അമാനത്ത് എന്ന് പറഞ്ഞാൽ നമ്മെ ഏൽപ്പിക്കപ്പെട്ട ഒരു വസ്തു നിശ്ചിത കാലത്തേക്ക് ഏൽപ്പിക്കപ്പെട്ടത് യാതൊരു ന്യൂനതയും വരുത്താതെ അതിനെ തിരിച്ചു കൊടുക്കുക. പക്ഷേ വിശുദ്ധമായ ഖുർആനിൽ സന്താനങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു അമാനത്ത് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. അമാനത്ത് സാധാരണ സൃഷ്ടികളും തമ്മിലാണ് ഇടപാട് നടക്കുന്നത്. ഇവിടെ അള്ളാഹുവുമായി ഒരു ഇടപാട് നടത്തിയിരിക്കുകയാണ്. അള്ളാഹു ഏൽപ്പിച്ച ഒരു വസ്തു അഥവാ നമ്മുടെ സന്താനങ്ങൾ, അത് അമാനത്താണ്. അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. അള്ളാഹു ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്കെല്ലാം അള്ളാഹു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, ആഫിയത്തോടെ. അള്ളാഹു ചോദിക്കുന്ന സമയത്ത് പടച്ചവൻ തന്നതുപോലെ ഒരു നവജാത ശിശുവിന്റെ ഹൃദയ നിർമ്മലതയോടെ സന്താനത്തെ തിരിച്ചു കൊടുക്കാൻ സാധിക്കണം. ഇത് രക്ഷകർത്താവിന്റെ മേൽ ഉള്ള കർത്തവ്യമാണ്, ബാധ്യതയാണ്. അതിൽ യാതൊരു ഭംഗവും വരാൻ പാടില്ല, യാതൊരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു അമാനത്തെന്ന് ഉപയോഗിച്ചത്. അമാനത്തിൽ വഞ്ചന കാണിക്കൽ കടുത്ത പാപമാണ്. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വസ്തുവിൽ, പ്രത്യേകിച്ചും അള്ളാഹു വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വസ്തുവിൽ വഞ്ചന കാണിക്കൽ കടുത്ത പാപമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വർ-റസൂൽ വതഖൂനൂ അമാനാതികും വഅൻതും തഅലമൂൻ. അല്ലാഹുവിനോടും റസൂലിനോടും വഞ്ചന കാണിക്കാൻ പാടില്ല. വതഖൂനു അമാനാതികും, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കളിലും വഞ്ചന കാണിക്കാൻ പാടില്ല. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വഞ്ചന കാണിക്കാൻ പാടില്ല. ശേഷം അല്ലാഹു തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത് വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും വലിയ പരീക്ഷണമാണ്. ഫിത്ന, വലിയ പരീക്ഷണമാണ്. നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് അനുഗ്രഹമായിരിക്കാം, പക്ഷെ അതിനേക്കാൾ ഒരു ഗ്രേഡ് മുന്തി നിൽക്കുന്നത് പരീക്ഷണത്തിന്റെ ഇനത്തിലാണ്. മക്കളും പരീക്ഷണമാണ്. വഅലമൂ, മനസ്സിലാക്കണം. ഓ ജനങ്ങളെ മനസ്സിലാക്കണം, കൽപ്പനയാണ്. അന്നമാ അംവാലുകും, നിങ്ങളുടെ സമ്പത്ത്, വഔലാദുകും, നിങ്ങളുടെ സന്താനങ്ങൾ, ഫിത്നത്തുൻ, പരീക്ഷണമാണ്. പരീക്ഷണ വസ്തു നമ്മുടെ മക്കൾ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, പക്ഷെ വലിയ പരീക്ഷണവുമാണ്. എപ്പോഴേ മക്കൾ പരീക്ഷണമാകുന്നത്? മക്കളെ കുറിച്ച് അല്ലാഹു ധാരാളം വാചകങ്ങൾ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു വാചകമാണ് ഫിത്ന, പരീക്ഷണം. മക്കളൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവർക്ക് വണ്ണമായ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ആപതിക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ഭാഗവും നബി തങ്ങൾ പഠിപ്പിച്ചു. മക്കളെ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലെത്താൻ സാധിക്കും, മക്കളെ കൊണ്ട് തന്നെ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ആപതിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ഭാഗവും നബി തങ്ങൾ പഠിപ്പിച്ചു. അല്ലേ? മക്കളുടെ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധ നമുക്കുണ്ട്? മക്കളുടെ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധയുണ്ട്? സലാസത്തുൻ യതഹദ്ദസൂന അല്ലാഹ വന്നാസു ബിൽ ഹിസാബ്. ആഖിറത്തിൽ എല്ലാവരും ഭീതിജനകമായി നിൽക്കുന്ന ഒരു സാഹചര്യം. 3 വിഭാഗം ആളുകൾക്ക് ടെൻഷൻ ഇല്ലെന്ന് റസൂലുള്ളാഹി. 3 വിഭാഗം ആളുകൾക്ക് യാതൊരു വിഷമവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. അതിൽ ഒന്നാമത്തെ വിഭാഗം ഖുർആനുമായി ബന്ധപ്പെട്ടവരാണ്. രണ്ടാമത്തെ വിഭാഗം കുടുംബ ബന്ധം ചേർത്തവരാണ്. മൂന്നാമത്തെ വിഭാഗം സന്താനങ്ങളാകുന്ന മക്കളെന്ന അമാനത്തിനെ കൃത്യമായി പരിപാലിച്ചവരാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സന്താന പരിപാലനം വിശുദ്ധ ഇസ്ലാം വളരെ പ്രസക്തമായി കൊടുക്കുന്ന ഒരു വിഷയമാണ്, വളരെ ഗൗരവത്തോടു കൂടി ഉണർത്തുന്ന ഒരു വിഷയമാണ്. തിരിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതിനെ കൃത്യമായി നിറവേറ്റിയില്ല എങ്കിൽ
യുഅ്താ ബിൽ അബ്ദി യൗമൽ ഖിയാമ, ഒരു വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ കൊണ്ടുവരും. എന്നിട്ട് അവനോട് പറയും അദ്ദി അമാനതക്, അദ്ദി അമാനതക്, നിന്റെ അമാനത്ത് നിർവഹിക്കുക. എവിടെ നിന്റെ മക്കള്? എവിടെ നിന്റെ മക്കൾ? നിന്റെ മക്കൾ എങ്ങനെയാ ജീവിച്ചത്? നിന്റെ മക്കളെ നീ ഏത് രീതിയിലാണ് വളർത്തിയത്? വിശുദ്ധ ഖുർആനുമായി ബന്ധിപ്പിച്ചിരുന്നോ? ഇച്ഛയ്ക്കനുസരിച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത്, അതോ പടച്ചവനെ ഭയപ്പെട്ടിട്ടായിരുന്നു? കൃത്യമായി പടച്ചവൻ ചോദിക്കും. അല്ലാഹു നീതിമാനാണല്ലോ, എല്ലാ കാര്യങ്ങളും അല്ലാഹു ചോദിക്കും. ഉടനെ ആ വ്യക്തി പറയും യാ റബ്ബ് കൈഫ ഖദ് ദഹബത്തി ദുനിയ, റബ്ബേ എങ്ങനെ അമാനത്ത് ഞാൻ നിറവേറ്റാനാ? ദുനിയാവ് കഴിഞ്ഞു പോയല്ലോ, ഇപ്പൊ ആഖിറമല്ലേ. പടച്ചവൻ ഒന്നും മിണ്ടൂല. മലക്കുകളെ വിളിച്ചിട്ട് പറയും ഇൻതലിഖൂ ബിഹി ലൽ ഹാവിയ, കത്തിജ്വലിക്കുന്ന ഹാവിയ എന്ന നരകത്തിന്റെ കുണ്ടിലേക്ക് ഈ വ്യക്തിയെ വലിച്ചെറി മലക്കുകളെ എന്ന് അല്ലാഹു പറയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളുടെ വിഷയത്തിൽ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ മാതാപിതാക്കൾ ചെന്ന് പതിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ രാവിലെ ഉദ്യോഗം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങും. 24 മണിക്കൂറും വർത്തമാന കാലഘട്ടത്തിൽ എന്നല്ല ഇനി ഭാവി ജീവിതത്തിലും മക്കളുടെ കൈപിടിച്ചു കൊണ്ട് നടക്കുക എന്നുള്ളത് ഒരു പിതാവിന്റെ മേൽ ബാധ്യതയാണ്. നമ്മൾ സ്നേഹം കൊടുത്തില്ല എങ്കിൽ അവർ സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും. നമ്മൾ പൊന്നുമോനെ എന്ന് വിളിച്ചില്ല എങ്കിൽ, നമ്മൾ അവരെ സന്തോഷിപ്പിച്ചില്ല എങ്കിൽ സന്തോഷം കിട്ടുന്ന സ്ഥലത്തേക്ക് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഭാഗമാത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കളെ കൊണ്ട് വിജയിക്കുന്നവർക്ക് വിജയിക്കാം, പരാജയപ്പെടേണ്ടവർക്ക് പരാജയപ്പെടാം. യഥാർത്ഥത്തിൽ നമ്മൾ കരുതുന്ന ഈ സ്നേഹം എന്ന് പറഞ്ഞ് അവർ ചോദിക്കുന്ന എന്തും അങ്ങ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാ. മക്കൾ ആവശ്യപ്പെടുന്ന എന്തും അങ്ങ് വാങ്ങിച്ചു കൊടുക്കുക, ഇതാണ് ഒരു പിതാവിന്റെ ഉത്തരവാദിത്വം? ഒരിക്കലുമല്ല. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പിതൃത്വം, ഒരു പിതാവിന്റെ സന്താനത്തിന്റെ വിഷയത്തിലുള്ള പരിപാലനം ചോദിക്കുന്നത് എന്തും വാങ്ങിച്ചു കൊടുക്കലൊന്നും അല്ല, മറിച്ച് കൃത്യമായി 3 കാര്യങ്ങൾ പാലിക്കണമെന്ന മഹാന്മാര് പഠിപ്പിക്കുന്നത്. ഒരു മക്കളുടെ വിഷയത്തിൽ 3 കാര്യങ്ങൾ മാതാപിതാക്കൾ പാലിക്കണം. 3 കാര്യങ്ങൾ പാലിച്ചാൽ ഇൻഷാ അല്ലാഹ് മക്കൾ നന്നാവും. ഞാനിത് ഗൗരവത്തോടുകൂടി ഉണർത്താനുള്ളൊരു വിഷയം. ഈ അടുത്ത സമയത്ത് ചില കുട്ടികളെ ചില രക്ഷകർത്താക്കൾ ദൂരസ്ഥലത്തേക്ക് പഠിക്കാൻ കൊണ്ടുവിട്ടു. വാടകയ്ക്ക് റൂം എടുത്ത് താമസിക്കുകയാണ്. ആ വീട്ടിൽ പെൺകുട്ടികളുമുണ്ട്, ആൺകുട്ടികളുമുണ്ട്. ആ വീടിന്റെ ഓണർക്ക് കുറെ നാൾ താമസിച്ചു. എന്തോ ഒരു പന്തി കേട്ട് എന്തോ ഒരു സംശയം തോന്നി. അവർക്ക് ലെറ്റർ കൊടുത്തു, ഇത്ര ദിവസത്തിനകം നിങ്ങൾ വീട് മാറിത്തരണം, വേറെ വീട് അന്വേഷിച്ചു. എനിക്കൊരു വല്ലാത്ത ഒരു സംശയം, ഒരു പേടി, ഒരു ഭയം ഉണ്ടാകുന്നു. എനിക്ക് മക്കളൊക്കെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ വീട് മാറിത്തരണം. വാട്സപ്പിൽ വന്ന അദ്ദേഹം തന്നെ എഴുതിയ കുറിപ്പാണ്. അദ്ദേഹം പറയുകയാണ്, ആ കത്തിനെ മാനിച്ചുകൊണ്ട് ആ വീടെല്ലാം വൃത്തിയാക്കി അവർ ഇറങ്ങി താക്കോല് കൊടുത്തു ഓണറിന്റെ കയ്യിൽ. അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വീടിന്റെ ഓണർ ഈ വാടക വീടിനുള്ളെല്ലാം ഒന്ന് പരിശോധിച്ചു. വൃത്തിയാക്കണമല്ലോ, പരിശോധിച്ചപ്പോ അദ്ദേഹം കണ്ടത് ഇവർ വൃത്തിയാക്കാതെ പോയ ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. അലമാരിയുടെ ഇടുക്ക്, ഇവിടെയെല്ലാം ലഹരി ഉൽപ്പന്നങ്ങളുടെ, സിഗരറ്റിന്റെ ലഹരി ഉൽപ്പന്നങ്ങളുടെ കവറുകൾ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇവരുടെ വൃത്തിയാക്കാൻ വിട്ടുപോയതാ. വൃത്തിയാക്കിയ എത്ര കവറുകൾ കാണും, എത്ര സിഗരറ്റുകൾ കാണും. താമസിച്ചത് സ്ത്രീകളടക്കം പുരുഷന്മാരടക്കം എല്ലാവരും താമസിച്ചത്. ബഹുമാനമുള്ള നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുവിടും. വല്ലാത്ത അപകടം പിടിച്ച സങ്കീർണമായ ഒരു കാലഘട്ടമായത് വർത്തമാന കാലഘട്ടം. നമ്മുടെ മക്കളെ കൃത്യമായി പരിപാലിക്കുക എന്നുള്ളത്, അവർക്ക് വേണ്ടുന്ന സ്നേഹം, അവർക്ക് വേണ്ടുന്ന ലാളിത്യം, അവർക്ക് വേണ്ടുന്ന പരിചരണം, ഇതെല്ലാം മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് കിട്ടണം. കൃത്യമായ പ്രൊട്ടക്ഷൻ കിട്ടണം. അല്ലെങ്കിൽ അവർക്ക് സ്നേഹം കിട്ടുന്ന ഭാഗത്തേക്ക് ഇച്ഛയ്ക്കാൻ അല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ. 2 കാര്യങ്ങളാ മനുഷ്യന്റെ വിഷയത്തിൽ, എന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഞാൻ ഭയപ്പെടുന്നത്. ഇന്ന അഖ്വഫ മാ തഖവഫു അലാ ഉമ്മത്തി അൽ ഹവാ വ തൂലുൽ അമൽ. നീണ്ട വ്യാമോഹം, ഇച്ഛയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനം സ്വാഭാവികമാ. ഇച്ഛയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനം. ഒരു വെട്ട ഈ സാധനം ഉപയോഗിച്ചാൽ മതി, പിന്നെ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. ഒരു പിതാവ് പറഞ്ഞതാ, ഉസ്താദേ 2.5 ലക്ഷം രൂപ മുടക്കി ലഹരിക്ക് അടിമപ്പെട്ട എന്റെ മകനെ ഡി അഡിക്ഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് ഞാൻ അവനെ ചികിത്സിച്ചു. പക്ഷെ എന്റെ പൈസയും പോയി, എന്റെ മകനും കൈവിട്ടുപോയി. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ലക്ഷക്കണക്കിന് പൈസ കൊടുത്തുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് ലഹരിക്ക് അടിമപ്പെട്ട എന്റെ മകനെ ഞാൻ ചികിത്സിച്ചു. എന്റെ പൈസയും പോയി, എന്റെ മകനും പോയി.
ലോകത്തിന് കൊടുക്കുന്ന വലിയ സന്ദേശമാണ്, വലിയ മെസ്സേജാണ്. അല്ലെ, ഈ കഴിഞ്ഞ ദിവസം അടിമാലി ബസ് സ്റ്റാൻഡിലുള്ള ഒരു വീഡിയോ പകർത്തിയ ഒരു സഹോദരൻ ചില യുവാക്കൾ, ചില യുവതികളുടെ വായിലേക്ക് സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ വെച്ചു കൊടുക്കുന്നു. അവരൊരു വല്ലാത്ത ആനന്ദത്തില. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നല്ല ശ്രദ്ധ വേണം. ചോദിച്ചത് എന്തോ അങ്ങ് വാങ്ങിച്ചു കൊടുത്താൽ പോരാ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളുടെ വിഷയത്തിൽ 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. 3 കാര്യങ്ങൾ. 1 തർബിയത്ത്, 2 തഅലീം, 3 ദുആ. ഈ 3 കാര്യങ്ങൾ മക്കളുടെ വിഷയത്തിൽ, ഇതൊരു പ്രസംഗമായിട്ട് പറയാം, ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി പറയുന്നത്. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. 3 കാര്യങ്ങൾ മക്കളുടെ വിഷയത്തിൽ നാം പാലിക്കണം. അതിൽ രണ്ടാമതാണ് തഅലീം, പഠനം. അത് ഭൗതികമായി കൊള്ളട്ടെ, ആത്മീയമായി കൊള്ളട്ടെ. രണ്ടാമത്തെ വിഷയം ആ പഠനം. ആദ്യത്തെ വിഷയം തർബിയത്താണ്, പരിപാലനമാണ്, സന്താന പരിപാലനം. എങ്ങനെ സന്താനങ്ങളെ പരിപാലിക്കും? ഇപ്പൊ നമ്മൾ പറയും ചോദിച്ചത് എന്ത് വാങ്ങിച്ചു കൊടുക്കുക, നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, അവരെ കാറിൽ കെട്ടിക്കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് കാണിക്കുക, ഒരു കാർ എടുത്ത് ഒരു ബൈക്ക് എടുത്തും കൊടുക്കുക. ഇതാണോ സന്താന പരിപാലനം? വിശുദ്ധമായ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ എന്നൊരു പിതാവിന്റെ പേരാണ്. ലുഖ്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു മകനുണ്ട്. ആ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ അള്ളാഹു ആ സൂറത്തിൽ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെ ഒരു സന്താനത്തെ പരിപാലിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹു വിശദീകരിക്കാനൊന്നും നിന്നില്ല. ലുഖ്മാൻ നബി പറഞ്ഞ കാര്യം നേരിട്ട് ഖുർആനിൽ അങ്ങ് പതിപ്പിച്ചു കൊടുത്തു. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ വിശ്വാസികൾക്കും പഠിക്കത്തക്ക, ഓതത്തക്ക നിലയിൽ അള്ളാഹു നേരിട്ട് ഖുർആനിൽ ഫിറ്റ് ചെയ്തു കൊടുത്തു ആ ലുഖ്മാൻ നബിയുടെ സംസാരം, ഉപദേശം. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. വളരെ വിലപ്പെട്ട ഉപദേശമാണ്. പ്രത്യേകിച്ചും വർത്തമാന കാലഘട്ടത്തിലും ഭാവി കാലഘട്ടത്തിലും നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടുന്ന വലിയ മെസ്സേജാണ്. ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനോട് പറയുന്നു, യാ ബുനൈ. ഈ യാ ബുനൈ എന്നൊരു പദം, എന്റെ പൊന്നു മോനെ എന്ന അർത്ഥം. ഈ ഒരു പദം മാത്രം എടുത്തുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പേജുകളോളം ചർച്ച ചെയ്യുന്നുണ്ട്, പേജുകളോളം. ഖുർആന്റെ പരിഭാഷ, അതിന്റെ തഫ്സീർ പഠിച്ചാൽ മനസ്സിലാകും, വായിച്ചാൽ മനസ്സിലാകും. യാ ബുനൈ എന്ന ഈ ഒരു പദം മാത്രം എടുത്തുകൊണ്ട്, എന്റെ പൊന്നു മോനെ എന്ന് ലുഖ്മാൻ നബി മകനെ വിളിച്ച ആ ഒരു പദമുണ്ടല്ലോ, ഇത് മാത്രം എടുത്തുകൊണ്ട് പേജുകളോളം മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കളെ നമ്മളിന്ന് പൊന്നുമോനെ എന്ന് വിളിക്കുമോ? പൊന്നുമോനെ എന്ന് വിളിക്കാത്തതിന്റെ പേരില്ല, കരളെ തങ്കമേ എന്ന് വിളിക്കാത്തതിന്റെ പേരില്ല, സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് അവൻ പോകുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു ശൈലി ഉണ്ടായിരുന്നു. പിതാക്കന്മാര് വരുമ്പോ എഴുന്നേറ്റ് നിന്ന് വീട്ടിനകത്തേക്ക്. അതൊക്കെ മാറണം. പിതാക്കന്മാര് ഒരു ബഹുമാനത്തിന്റെ ഭാഗമായിരുന്നു, ആദരവിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ഇപ്പൊ മോഡേൺ കാലഘട്ടമാ. കുട്ടികൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പിതാക്കന്മാർ മാറണം. അവരുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ പിതാവായി മാറണം. അവരോട് തമാശ പറയുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന, അവരെ സാന്ത്വനം കൊടുക്കുന്ന, അവർക്ക് കൃത്യമായി ഇടപെടലുകൾ നടത്തുന്ന നല്ലൊരു ഫ്രണ്ടായിരിക്കണം ഒരു പിതാവ്. ഈ സൈക്കോളജിക്കലും അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റുമാരൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു കൂട്ടുകാരൻ പിതാവും മാതാവുമായി മാറണം. ഒരു വിഷയങ്ങളും അവർ പിതാവിൽ നിന്ന് ഒളിച്ചു വെക്കാത്ത നിലയിലുള്ള നല്ലൊരു കൂട്ടുകാരൻ. അല്ലാഹു നമ്മുടെ മക്കളെയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ലുഖ്മാൻ നബി പറയും, യാ ബുനൈ ലാ തുശ്രിക് ബില്ലാഹി ഇന്ന ശിർക ലദുൽമുൻ അദീം. അടിസ്ഥാനം കൊടുക്കുകയാ, ശിർക്കുമായി ബന്ധപ്പെടാൻ പാടില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം. തീർച്ചയായും ശിർക്ക് അത് കൊടും പാതകമാണ്, കടുത്ത അക്രമമാണ്. വിശ്വാസത്തിൽ ഒരു വിധത്തിലുള്ള വൈകല്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. തർബിയത്തിന്റെ ആദ്യ പടിയ മക്കൾക്ക് കൊടുക്കേണ്ടുന്ന. അമുസ്ലിം കൂട്ടുകാരുമായിട്ട് സഹവസിക്കാം, അവരുമായി ഇടപെടാം, അവരുമായി ക്രയവിക്രയങ്ങൾ നടത്താം. പക്ഷെ അവരുടെ വിശ്വാസകർമ്മങ്ങൾ തന്റെ മകന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി മാറാൻ പാടില്ല. അവരുടെ വിശ്വാസത്തിന്റെ പേരിലുള്ള വസ്ത്രങ്ങൾ, അവരുടെ വിശ്വാസത്തിന്റെ പേരിലുള്ള കർമ്മങ്ങൾ, ആചാരങ്ങൾ, ആരാധനകൾ, ഇതൊന്നും മകന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ ആളൗട്ടായി പോകും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യമായാൽ
ആ സമുദായത്തിൽ, ആ മതത്തിൽ അവൻ പെട്ടുപോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലുക്മാൻ നബി മകന് കൊടുക്കുന്ന അടിസ്ഥാന പാഠമാണ്. അതിനുശേഷം അള്ളാഹു തന്നെ നേരിട്ട് ഏറ്റെടുത്ത് പറയുന്നുണ്ട്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലത്ഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈനി അനിഷ്കുർ ലീ വലിവാലിദൈക്. ഞാൻ നേരിട്ട് വസിയത്ത് ചെയ്യുകയാ, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം, മാതാപിതാക്കളോട് നല്ല നിലയിൽ സ്നേഹത്തോടെ വർത്തിക്കണം, അവരെ സഹായിക്കണം, അവരോട് ആദരപൂർവം പെരുമാറണം. മാതാപിതാക്കളുടെ മഹത്വം മക്കൾക്ക് നമ്മൾ തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കളുടെ മഹത്വം, അവരനുഭവിച്ച ത്യാഗം, വഹ്നൻ അലാ വഹൻ, പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ച ഗർഭകാലഘട്ടം, പ്രസവത്തിന്റെ സമയം, ഇതൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മോനെ, നന്മ ഏതാ, തിന്മ ഏതാ, ഹറാം ഏതാ, ഹലാൽ ഏതാ, കഴിക്കേണ്ടതേതാ, കഴിക്കണ്ടാത്തതേതാ, കാണേണ്ടതേതാ, കാണണ്ടാത്തതേതാ, ഇതെല്ലാം പിതാവ് പറഞ്ഞു കൊടുക്കണം. ഈ പിതാവ് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഖുർആൻ വളരെ രസകരമായി വഹുവ യഇദുഹു, ഈ പിതാവിന് അതിന് പ്രാപ്തി ഉണ്ടായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിതാവ് സിഗരറ്റും വലിച്ചുകൊണ്ട് നടന്നിട്ട് മകന്റെ അടുത്ത് ലഹരി ഉൽപ്പന്നം ഉപയോഗിക്കുന്ന പറഞ്ഞാൽ മകൻ കേൾക്കൂല. വഹുവ യഇദുഹു, ലുക്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശത്തിന് അർഹനായിരുന്നു. വഹുവ യഇദുഹു, അദ്ദേഹം മകനെ ഉപദേശിക്കണമെങ്കിൽ അദ്ദേഹം ഉപദേശത്തിന് അർഹനാണ്, ഉപദേശിക്കാൻ പ്രാപ്തിയുള്ള വ്യക്തിയാണ്. അപ്പൊ പിതാക്കന്മാർ പരിപൂർണമായിട്ട് ചാബല്യങ്ങൾക്ക് അടിമപ്പെടാതെ തിന്മയിൽ നിന്നും സ്വന്തം നെഫ്സിന് സംരക്ഷണം ഏർപ്പെടുത്തണം. എന്നിട്ട് മക്കളെ ഉപദേശിക്കണം, തർബിയത്ത് കൊടുക്കണം. അപ്പൊ മക്കൾ നന്നാവും. അപ്പൊ മക്കൾ എല്ലാ 25, 26 എത്ര കുട്ടികളാണ് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് പിടിച്ചാൽ കിട്ടാതെ. ഒരു സത്യം ഒരു പിതാവ് പറഞ്ഞതാണ്, ലക്ഷക്കണക്കിന് രൂപ മകന്റെ വിഷയത്തിൽ ഈ പറഞ്ഞ വലിയ വലിയ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചികിത്സിച്ചു ഉസ്താദെ, പക്ഷെ രക്ഷപ്പെട്ടില്ല, പൈസയും പോയി, മകനെ നഷ്ടപ്പെട്ടു പോയി. അതിനടിമപ്പെട്ടു പോവുകയാണ്, ജീവിതം അതിലേക്ക് ഇഴുകി ചേരുകയാണ്, പിടിച്ചാൽ കിട്ടൂല. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പൂർണ്ണമായും മക്കളുടെ തർബിയത്ത് ഏറ്റെടുക്കണം നമ്മൾ. അതിനുശേഷം ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ്. മോനെ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് പാറയ്ക്ക് ഇടയിൽ ഒളിപ്പിച്ചു വെച്ചാലും, ആകാശത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും, ഭൂമിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും റബ്ബ് അതിനെ പുറത്തു കൊണ്ടുവരും. എന്റെ പൊന്നുമോന്, രഹസ്യങ്ങളൊന്നും അധികകാലം സൂക്ഷിക്കാൻ പറ്റൂല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിതാവിനോട് തുറന്നു പറ. ലുക്മാൻ നബി അലൈഹി മകന് കൊടുക്കുന്ന ഉപദേശമാണ്. ഒരു കൂട്ടുകാരനായിട്ട് ചേർത്ത് പിടിച്ച്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ, ഒരു കടുകു മണിയോളമുള്ള രഹസ്യമാണെങ്കിൽ പോലും മോനെ എന്നോട് പറയണം. അത് നീ പാറയുടെ ഫീ സഖറത്തിൻ, പാറയുടെ ഇടയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും, ആകാശത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും, ഭൂമിയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും യഅതി ബിഹല്ലാഹ്, പടച്ചവനറിയും, പടച്ചവൻ അത് പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും, എന്റെ പൊന്നുമോൻ, എന്ത് വിഷമമുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും നിന്റെ പിതാവ് എന്നതിലുപരി ഞാൻ നിന്റെ ഒരു കൂട്ടുകാരനാണ്, എന്നോട് പറ. യാ ബുനൈ, എന്റെ പൊന്നുമോനെ. ചേർത്ത് പിടിക്കാൻ സാധിക്കണം. ചില പിതാക്കന്മാരുടെ വിഷമമാണ് മക്കൾ തന്നോട് മിണ്ടുന്നില്ല എന്നുള്ളത്. എന്തിന്റെ പേരില്ല? അത് അവര് തന്നെ വരുത്തി വെച്ചതാ. ഈ ഒരു മറയുണ്ടല്ലോ, പിതാവിന്റെയും മകന്റെയും ഇടയിലുള്ളൊരു മറയുണ്ടല്ലോ, ആദരവിന്റെ മറയാണ്. പക്ഷേ ഈ ആദരവ് എന്നുള്ളത് പലപ്പോഴും പല കാര്യങ്ങൾക്കും തടസ്സപ്പെട്ടു പോകുന്നു. എന്തിനീ മറ? മക്കളുമായി ഇഴുകിച്ചേരണം, മക്കളുടെ കൈപിടിക്കണം, അവരെ ചേർത്ത് നിർത്തണം, നല്ലൊരു കൂട്ടുകാരനായി മാറണം. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നൽകുന്ന മെസ്സേജാണ്, സന്ദേശമാണ്. വിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശമാണ്. നമ്മുടെ IMCTയുടെ കളക്ഷനാണ് നടക്കുന്നത്. എല്ലാവരും കാര്യമായിട്ട് സഹകരിക്കും. അവരുടെ നല്ല നല്ല ഉദ്ദേശങ്ങൾ പടച്ചവനിൽ മുൻനിർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും സദഖകൾ, ഹദിയകൾ നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നീട് ലുക്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യാ ബുനൈ അഖിമിസ് സ്വലാഹ്, നമസ്കാരം നിലനിർത്തണം. നമസ്കാരം കിതാബുകളിൽ കാണുന്നത് തുഅ്മറു ബിഹൽ ഔലാദു ലിസബ്ഇ സിനീന വതുദ്റബു ബിഹാ ലിഅശ്രി സിനീന. 7 വയസ്സാകുമ്പോൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായിട്ടും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. കിതാബിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാ. സ്നേഹിച്ചാൽ മാത്രം പോരാ, ചോദിച്ചത് എന്തും അങ്ങ് വാങ്ങിച്ചു കൊടുത്താൽ പോരാ. മക്കളെ സ്നേഹിക്കണം, അവരെ പരിചരിക്കണം, സമയാസമയത്ത് ശിക്ഷിക്കണം. അപ്പോഴേ ഒരു മകൻ യഥാർത്ഥ മകനായി വരികയുള്ളൂ. യാ ബുനൈ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫ്, നന്മയായ കാര്യങ്ങൾ ചെയ്യണം, അതിനുവേണ്ടി നിന്റെ കൂട്ടുകാരോട് കൽപ്പിക്കണം. വൻഹ അനിൽ മുൻകർ,
തിന്മയിൽ നിന്ന് എന്റെ പൊന്നുമോൻ വിട്ടു നിൽക്കണം. നിന്റെ കൂട്ടുകാരെയും തിന്മയിൽ നിന്ന് കൈപിടിച്ച് കയറ്റണം. എന്റെ പൊന്നുമോൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പൂർണ്ണമായി ക്ഷമിച്ചുകൊണ്ട് ഉപ്പയോട് കൃത്യമായിട്ട് എത്ര നല്ല ഉപദേശമാ! ആ ലുക്മാൻ നബി മകന് കൊടുത്ത ഉപദേശം കൃത്യമായിട്ട് എടുത്ത് ഖുർആനിലേക്ക് അല്ലാഹു അങ്ങനെ ചേർത്ത് കൊടുത്തേക്കുക. ജനങ്ങളോട് പരുഷമായി പെരുമാറരുത് പൊന്നുമോനെ. ലുക്മാൻ നബി പറയേ, ജനങ്ങളോട് പരുഷമായി പെരുമാറല്ലേ. അത് ഏത് മതത്തിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, വ്യക്തിപരമായി, സാമൂഹികപരമായി, കുടുംബപരമായി, വൈവാഹികപരമായി എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കാൻ കഴിയണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹാ വലാ തംശി ഫിൽ അർളി മറഹാ. പൊങ്ങച്ചത്തോടുകൂടി ദുനിയാവിൽ എന്റെ പൊന്നുമോൻ കഴിയല്ലേ. ചില കുട്ടികൾക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും, ഇങ്ങനെയാ പോകുന്നത്, നേരെ പോകാൻ അറിയത്തില്ല. ഹൈ സ്പീഡിൽ വളഞ്ഞു, വല്ല സർപ്പം പോകുന്നത് പോലെ, പാമ്പ് ഇഴയുന്നത് പോലെ വളഞ്ഞ് ഇത് എന്ത് തർബിയത്താ ഇത്? മക്കൾക്ക് കൃത്യമായ ഈ വിഷയത്തിൽ അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കൾ മകനെയും പ്രതീക്ഷിച്ചിരിക്കുക. ഏതെങ്കിലുമൊക്കെ വണ്ടിയിൽ അടിയിൽ പോയി കയറുക. അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത വേഗത, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ അനിയന്ത്രിതമായിട്ടുള്ള വേഗത, സ്പീഡ്, യാതൊരു ഭൗതികവും ആത്മീയവുമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കാതെയുള്ള വണ്ടിയോടിപ്പ്, ഇതൊക്കെ അപകടം വരുത്തും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. പൊങ്ങച്ചം കാണിച്ച് നടക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടൂല പൊന്നുമോനെ. ലുക്മാൻ നബി മകന് പറഞ്ഞു കൊടുക്കുകയാണ്, വഖ്സിദ് ഫീ മശീക്. നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. വഖ്ദുൽ സൗതക. നിന്റെ ശബ്ദത്തെ നീ താഴ്ത്തണം. മകന് കൊടുക്കുന്ന ഉപദേശമായി ശബ്ദം താഴ്ത്തി സംസാരിക്കണം. പടച്ചവന്റെ അടുക്കൽ വെറുക്കപ്പെട്ട ശബ്ദം എന്ന് പറയുന്നത് കഴുതയുടെ ശബ്ദമാണെന്ന് വിശുദ്ധ ഖുർആൻ. ലുക്മാൻ നബി പറഞ്ഞു കൊടുക്കുക. ഒരു പിതാവ് നല്ല ഉപദേശകനായി മാറണം. ഉപദേശകനാകണമെങ്കിൽ ഉപദേശിക്കുന്ന കാര്യങ്ങൾ പിതാവിന്റെയും മാതാവിന്റെയും ജീവിതത്തിൽ ആദ്യം ഉണ്ടായിരിക്കണം. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പിതാവ് വന്നു. രണ്ടാമത് താലീമുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആദ്യം തർബിയത്ത് കൊടുക്കണം, രണ്ടാമതാണ് താലീം. അത് ഭൗതിക പഠനവുമായിക്കൊള്ളട്ടെ, ആത്മീയ പഠനവുമായിക്കൊള്ളട്ടെ, താലീം കൊടുക്കണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഒരു പിതാവ് വന്നു. പിതാവ് ഇതുകൊണ്ട് പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഒരു പിതാവ് വന്നിട്ട് പറഞ്ഞു, അല്ലയോ ഖലീഫ, ഇന്ന ബിനി ഹാദാ യഉദ്ദുനി. ഇതാ നിൽക്കുന്ന എന്റെ മകനാ, എന്നെ വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഈ മകൻ എപ്പോഴും അടിക്കും, ഉപദ്രവിക്കും. കുറച്ച് ഉപദേശം കൊടുക്കാൻ പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഗുലാം അമാ തഖാഫുല്ലാഹ മിൻ ഹുഖൂഖി വാലിദൈക് വമിൻ ഹഖ്ഖി വാലിദൈകി കദാ വ കദാ കദാ വ കദാ. മാതാപിതാക്കളോടുള്ള കടമകളുടെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ ഭയക്കുന്നില്ല മോനെ? മാതാപിതാക്കളോടുള്ള കടമകൾ ഇന്നതാണെന്ന് സത്ത പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടിട്ട് ആ കുട്ടി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എല്ലാവരും ഞെട്ടിത്തെറിച്ചു. ഉമർ ബിൻ ഖത്താബിന്റെ മുന്നിൽ ആരും ഇങ്ങനെ ചോദിക്കൂല. ആ കുട്ടി ചോദിച്ചു, എല്ലാം ഞാൻ ശരിവെക്കുന്നു ഖലീഫ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമയുമുണ്ടോ? ഉമർ ബിൻ ഖത്താബ് ഞെട്ടിത്തെറിച്ച് ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. മാതാപിതാക്കൾക്ക് മക്കളോട് 3 കടമയാണ്. ഒന്ന്, കല്യാണം കഴിക്കുമ്പോൾ നോക്കി കല്യാണം കഴിക്കണം. അഡ്രസ് ഇല്ലാത്ത, പുറമ്പോക്കിലുള്ള, ദീനില്ലാത്ത, അതുപോലെ തന്നെ പടച്ചവനെ ഭക്തിയില്ലാത്ത സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ മക്കളുടെ അവസ്ഥയും അവതാളത്തിലായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീനുള്ള പെണ്ണ് നമ്മുടെ മക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുത്താലും ദീനുള്ള പടച്ചവനുമായി ബന്ധമുള്ള സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുക്കണം. അതിനെ നബി തങ്ങൾ പറഞ്ഞത്, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹതൻ അആനഹുല്ലാഹു അലാ ശത്രി ദീനിഹി. സാലിഹായ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ദീനിന്റെ പകുതി ഭാഗവും അൽഹംദുലില്ലാഹ് ശരിയായി കഴിഞ്ഞു. 50 ഭാഗം ശരിയായി കഴിഞ്ഞു. ഫല്യത്തഖില്ലാഹ ഫിന്നിസ്ഫിൽ ബാക്കി 50 മാത്രം അവൻ സൂക്ഷിച്ചാൽ മതി. എന്താ ഇതിന്റെ അർത്ഥം? അവന്റെ മക്കളുടെ തർബിയത്ത് അവൾ ഏറ്റെടുക്കും. അവന്റെ മക്കളുടെ മുഴുവൻ പഠനം, അവരുടെ തർബിയത്ത്, ആശ്രിയത. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം. രണ്ടാമത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വയുഅല്ലിമുഹുൽ കിതാബ്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം. മൂന്നാമത് പറഞ്ഞു, വയുഹ്സിനു ഇസ്മഹു, നല്ല പേരിട്ട് കൊടുക്കണം.
നല്ല പേരൊക്കെ ഇട്ടുകൊടുക്കുക. ജനിക്കുന്നത് മുതലേ സന്താന പരിപാലനം തുടങ്ങുകയാ. നല്ല പേരിട്ട് കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള വ അബ്ദുറഹ്മാൻ എന്നാണ്. എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരുകൾ അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്ന പേരുകളാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പേരിട്ട് കൊടുക്കണം. ഖുർആൻ ഇത് കേട്ടപ്പോൾ ആ കുട്ടി പറയുകയാ അമീറൽ മുഅ്മിനീൻ ഇസ്തറാഹാ ബി 400 ദീനാരിൻ ഔ ദിർഹമിൻ. ഇത്ര രൂപയ്ക്ക് മജൂസിയായ ഒരു പെണ്ണിനെ സ്നേഹിച്ച് കണ്ട് ഇഷ്ടപ്പെട്ടതിന്റെ പേര് എന്റെ പിതാവ് കല്യാണം കഴിച്ചതാ. സൗന്ദര്യം മാത്രം നോക്കിയിട്ട് കല്യാണം കഴിച്ചത്, ദീനൊന്നും നോക്കിയില്ല. അതിന്റെ റിസൾട്ടാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് പിതാവിനെ ഉപദ്രവിക്കേണ്ടി വന്നതെന്ന് ആ കുട്ടി കൊടുക്കുന്ന, ലോകത്തിന് കൊടുക്കുന്ന സന്ദേശമാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ 3 കാര്യങ്ങൾ പാലിച്ചേ മതിയാകൂ. ഒന്ന്, തർബിയത്ത്, അവർക്ക് വേണ്ടുന്ന സന്താന പരിപാലനം. രണ്ടാമത്തെ കാര്യമാണ് താലീം, അതിൽ ഭൗതികവും പെട്ടു ആത്മീയവും പെട്ടു. മൂന്നാമത്തെ കാര്യം ആത്മാർത്ഥമായ ദുആയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്റെ സന്താനങ്ങളിൽ നിന്നും ഇണകളിൽ നിന്നും കൺകുളിർമ നൽകണേ റബ്ബേ. ഖുർറത അയ്യുൻ, കൺകുളിർമ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇല്ലെങ്കിൽ മക്കൾ ശത്രുക്കളാകുന്നു പോലും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ശത്രുക്കളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അകന്നു മാറി മകൻ ഖുർറത്തു അയ്ൻ, കണ്ണിന് ഇരു ലോകത്തും ദുനിയാവിലും ആഖിറത്തിലും ഖുർറത്തു അയ്നായി മാറണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം. അല്ലാഹു പറഞ്ഞത് കഷ്ടപ്പെടാനല്ല, ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി കഷ്ടപ്പെടണം, പരിശ്രമിക്കണം. എന്നാലൊരു മക്കൾ നേരെയായി വരത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ഇറങ്ങിപ്പോയി വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും. മക്കളുടെ കാര്യം അന്വേഷിക്കാൻ സമയമില്ല. സ്നേഹത്തിന്റെ പേരിൽ കിടന്നുറങ്ങുന്ന മകനും മകള് പോയിട്ട് ചുംബനം കൊടുത്തിട്ട് പോയി കിടന്നുറങ്ങും. എന്തിന്റെ പേരില്ല? സ്നേഹമാണ്. ഇതെന്തൊരു സ്നേഹം? മക്കൾക്ക് ചുംബനം കൊടുക്കുന്നത് മാത്രമല്ല സ്നേഹത്തിന്റെ ഭാഗം, അത് 100ൽ 1% മാത്രമാണ്. ബാക്കി വിലപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കൃത്യമായി പരിപാലിക്കേണ്ടതുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ്, നാളെ ഈ അള്ളാഹു തന്ന അമാനത്താകുന്ന സൂക്ഷിപ്പ് വസ്തു മക്കളില്ലേ, കൈപിടിച്ച് സ്വർഗത്തിൽ കയറ്റുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കയറാൻ പോകും. പടച്ചോൻ പറയും, കയറാൻ വരട്ടെ. കൂട്ടത്തിൽ മാതാപിതാക്കൾ ഉണ്ടായിരുന്നാൽ അവരെ കൂടി പിടിച്ചോണ്ട് കയറാൻ പറയും. വലത്തെ കൈയിൽ പിതാവിനെയും പിടിക്കും, ഇടത് കൈയിൽ ഉമ്മാനെയും പിടിക്കും. നേരെ സ്വർഗത്തിലേക്ക് നടന്നു കയറും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം മരിക്കും. നാളെ നടക്കാനിരിക്കുന്ന ചിത്രമാ റസൂൽ കൃത്യമായി പഠിപ്പിക്കുന്നതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവർക്കും മക്കളുടെ വിഷയത്തിൽ നല്ല ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യ സംരക്ഷണ സർവകലാശാല പുറത്തുവിട്ട റിപ്പോർട്ടാ 90% ലോകത്ത് രോഗികളെ സൃഷ്ടിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, അതിന് അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ, മദ്യത്തിന്റെ ഉപയോഗം. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ മക്കളെ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അനുകൂലമായി തീരുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ മക്കളെ അള്ളാഹു മാറ്റുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയിൽ. 1-2 ദുആകൾ ചെയ്യാനുള്ളത്. പത്തനംതിട്ടയിലുള്ള ഒരു സഹോദരൻ, ഒരു പിതാവ്, സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് വരികയായിരുന്ന തന്റെ ഏക മകൻ തന്റേതല്ലാത്ത ഒരു കുറ്റത്തിന് വർഷങ്ങളോളമായി ജയിൽവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 29-ാം തീയതി കോടതിയുമായി ബന്ധപ്പെട്ട ഒരു സിറ്റിംഗ് ഉണ്ട്. ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേക ഫദ്ല് കൊണ്ട്, കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് ആ സഹോദരൻ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് മുക്തനായി മാതാപിതാക്കളുടെ അരികിലേക്ക് സന്തോഷപൂർവ്വം എത്തിപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെതാകുന്ന പേപ്പർ വർക്കുകളും സർട്ടിഫിക്കറ്റുകളും മറ്റെല്ലാ രേഖകളും അല്ലാഹു അനുകൂലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ജുമുഅ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മുഴുവൻ വിശ്വാസികളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ജയിൽ മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അന്യായമായി അക്രമപരമായി പിടിക്കപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു എത്രയും പെട്ടെന്ന് മുക്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയാ. ബാബുൽ ഖുർആൻ എന്ന ഇതിന്റെ പേര്, ഖുർആനിന്റെ കവാടം. നമ്മുടെ കരമനയിലുള്ള ഹമീദ് സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന് പരിപൂർണമായ ആഫിയത്ത്, സിഹത്ത്, സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഇതും ഈ മക്കളുടെ ഒരു വലിയ ഖൈറായിട്ട് എനിക്ക് തോന്നുക. ഒരു പിതാവ് മരിച്ചു, മകൻ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പൂർത്തിയാക്കി ഇന്ന് ആ പിതാവിന്റെ ഖബറിലേക്ക് ജാരിയായി സദഖയായി ഒഴുകുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ, ഒരു വ്യക്തി മരണപ്പെട്ടാലും 3 കാര്യങ്ങൾ മരിക്കൂല, അവന്റെ ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും.
നാളെ അള്ളാഹുവിനോട് ചോദിക്കും, പടച്ച ഞാൻ ചെയ്ത അമലല്ലല്ലോ, നീ ചെയ്തതല്ല, 3 കാര്യങ്ങൾ ചെയ്ത. ഒന്ന് സദഖത്തുൻ ജാരിയ, പള്ളിക്കും മദ്രസയ്ക്കും ദീനിന്റേതാകുന്ന സംരംഭങ്ങൾക്കും കൊടുക്കുന്ന പൈസ. അതുപോലെ തന്നെ ഇൽമുൻ യുൻതഫഉ ബിഹി, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവ്. 3ാമത് വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, സാലിഹായ സന്താനം. ഒരു പിതാവ് ഏറ്റെടുത്ത ആ പ്രവർത്തനം, അദ്ദേഹം മരണപ്പെട്ടു, മകൻ ഏറ്റെടുത്തത് പൂർത്തിയാക്കി. മർഹൂം എ മുഹമ്മദ് സാഹിബ് അദ്ദേഹം നടത്തിയ പരിഭാഷ പുനർവായന നടത്തിയ ഉസ്താദ് താഹിർ നൂരി അൽ ഖാസിമി മന്നൂർക്കോണം. ഇത് അൽഹംദുലില്ലാഹ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് വളരെ നല്ല നിലയിൽ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെടാനുള്ള ഒരു വഴിയാണ്. ഖുർആനിന്റെ ആയത്തും തൊട്ട് താഴെ വലിയ അക്ഷരത്തിൽ തന്നെ അതിന്റെ പരിഭാഷയും നടത്തിയിരിക്കുന്നു. എല്ലാവരും ഇൻഷാ അല്ലാഹ് നിർബന്ധമായി ഇതിൽ ചെറിയ സ്റ്റാള് നമ്മുടെ മസ്ജിദിന്റെ പുറത്തിട്ടിട്ടുണ്ട്. എല്ലാവരും ഇതിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്ന. തർജുമഅതു മഅ തിലാവ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനോടൊപ്പം അതിന്റെ തർജുമയും പഠിക്കാനുള്ള ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാക്കുമാറാകട്ടെ. നമുക്കെല്ലാം വിശുദ്ധ ഖുർആനുമായി നല്ല ബന്ധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.